ഇന്ന് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ നാൾ ആഘോഷിക്കുകയാണ്. ഒരമ്മയുടെ ഹൃദയത്തെ സഭ വിമല ഹൃദയമെന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. തിരുഹൃദയ തിരുനാളിൻ്റെ തലേനാൾ സഭ വിമല ഹൃദയ തിരുനാളായി ആഘോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഹൃദയം കണക്ക് ക്രിസ്തുവിൻ്റെ അമ്മയുടെ ഹൃദയവും വിമലമായിരുന്നു. കാര്യം, ആ ഹൃദയത്തിലുണ്ടായ വേദനകളൊക്കെ മറ്റേത് വേദനകളെക്കാളും അവർണ്ണനീയമാണ്, ചിന്തയ്ക്കപ്പുറമാണ്. അത് ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമുക്ക് നൽകപ്പെടുന്നത്. ജെറുസലേം ദേവാലയത്തിലേക്ക് തിരുനാളിന് പോയതാണ് യേശുവും മറിയവും യൗസേപ്പ് പിതാവും. മൂന്നുപേരും യാത്ര ചെയ്തു. എവിടെയോ വെച്ച് യേശുവിനെ നഷ്ടപ്പെട്ട് 3 ദിവസം തിരിച്ച് യാത്ര ചെയ്തു എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ അപ്പൻ വിചാരിച്ചു കാണും അമ്മയുടെ കയ്യിൽ കുഞ്ഞുണ്ട്, അമ്മ വിചാരിച്ചു കാണും അപ്പൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്. ഇങ്ങനെ രണ്ടുപേരും വിചാരിച്ചതിനിടയിൽ കുഞ്ഞെവിടെയോ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടതിനൊടുവിൽ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചറിയുന്നു കുഞ്ഞിനെ കാണാനില്ല. 12 വയസ്സായ ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഒരു അമ്മയും അപ്പനും അനുഭവിക്കുന്ന വേദന ചിന്തിക്കുന്നതിനപ്പുറമാണല്ലോ. എവിടെയൊക്കെ നഷ്ടപ്പെട്ടോ അവിടെയൊക്കെ അവർ ഓടി നടന്ന് കാണും. അവസാനം ദേവാലയ പരിസരത്തെത്തുമ്പോൾ അവർ കുഞ്ഞിനെ കണ്ടെത്തുകയാണ്. ഈ ഓടി നടന്ന 3 ദിവസത്തിൽ എന്തൊക്കെ കുത്തുവാക്കുകൾ ഈ അമ്മ കേട്ടിട്ടുണ്ടാകും. ഉള്ളത് ഏക കുഞ്ഞ്, ആ കുഞ്ഞിനെപ്പോലും നോക്കാനാകാത്ത ഒരാളാണല്ലോ ഒരമ്മയായി നിൽക്കുന്നത്. ഇതായിരിക്കും കണ്ടു നിന്നവരും കേട്ടു നിന്നവരും ഈ മറിയത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു കുഞ്ഞിനെ കൈവെള്ളയിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ഇവളൊക്കെ അമ്മയാണോ? ഈ ചോദ്യവും അവിടെ ചോദിക്കപ്പെട്ടിട്ടുണ്ടാകും. ഒരമ്മ എന്ന മാതൃത്വത്തിൽ ഏറ്റവും അധികം വെല്ലുവിളിക്കപ്പെട്ട ഒരു 3 ദിവസം മറിയത്തിന് മുമ്പിൽ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും ഒരിക്കലും പരാതി പറയാതെ എവിടെ നഷ്ടപ്പെടുത്തിയോ അവിടെ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ ആ അമ്മ എല്ലാ വേദനകളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധ കന്യകാമറിയത്തിന് പോലും ക്രിസ്തുവിനെ നഷ്ടപ്പെട്ട 3 രാത്രിയും 3 പകലുകളും ഉണ്ടായിരുന്നു. എന്നിട്ടും പരിശുദ്ധ അമ്മ എത്ര സ്നേഹത്തോടു കൂടിയാണ് ആ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ട ഇടത്തുനിന്ന് കണ്ടെത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇതേ അനുഭവം നമുക്കുണ്ടാകും. നമുക്കും ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്ന ഒരു നൊമ്പരമുണ്ടാകും. ജീവിതത്തിൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിടയിൽ വെച്ച് ക്രിസ്തുവിനെ മറന്നു പോകുന്നൊരു അനുഭവം ഉണ്ടാകും. എന്നാൽ നഷ്ടപ്പെട്ട ഇടത്ത് നിന്ന് ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും ക്രിസ്തുവിനെ കൈവെള്ളയിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മീയത. ഈ കുത്തുവാക്കുകൾക്കിടയിൽ പരിശുദ്ധ അമ്മ എത്ര സുന്ദരമായിട്ടാണ് എല്ലാ ഹൃദയത്തിൽ സൂക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വേദനകൾക്കിടയിലും കുത്തുവാക്കുകൾക്കിടയിലും ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിക്കാൻ ഇതൊക്കെ ദൈവനിശ്ചയമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിന് അരികിലാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആശംസകൾ.